ഹലോ ഗൈസ്, അപ്പം നമ്മുടെ താക്കോൽ എന്ന് പറഞ്ഞ കഥ നിങ്ങൾ കണ്ടു കാണുമായിരിക്കില്ലേ? കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഞാൻ എല്ലാവരോടും കാണണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും അതൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇന്നത്തെ രണ്ടാമത്തെ താക്കോലിനകത്ത് കുറേ ട്വിസ്റ്റുകളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് പോയി കാണണം കേട്ടോ. എന്നിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാണ് അതിനകത്തെ വില്ലനെന്നും വില്ലത്തിയെന്നും അതിനകത്തെ ആൾക്കാർ ആരൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. അതോ അമാനുഷിക ശക്തിയാണോ ഇതിനകത്ത് കിടന്ന് കളിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് നിങ്ങളോട് പ്രത്യേകിച്ച് കാണണമെന്ന് പറയുന്നത്. സ്കിപ്പ് ചെയ്ത് കാണണം. അപ്പം എന്താണ് നമ്മുടെ കഥയുടെ പേര്? കഥയുടെ പേരാണ് താക്കോൽ. എല്ലാവരും പോയി കാണണം കേട്ടോ. അപ്പം നമ്മുടെ താക്കോലിൻ്റെ കഥ ഞാനിങ്ങനെ ആരംഭിക്കാൻ പോവാണ്. 2 ദിവസത്തെ അവധി ആഘോഷിക്കാൻ വേണ്ടിയുണ്ടല്ലോ ഈ മകനും മരുമോളും മക്കളും കൂടെ കൂടി മരുമോളുടെ വീട്ടിൽ പോവാട്ടോ. ശനി ഞായറും ഉണ്ടല്ലോ ദിവസങ്ങൾ. അപ്പം വെള്ളിയാഴ്ച വൈകുന്നേരം ഇവർ പോവാണ്. ശനിയാഴ്ച ഞായറാഴ്ച അവധിയും കഴിഞ്ഞ് ഞായറാഴ്ച വൈകുന്നേരം അവർക്ക് വരാൻ വേണ്ടിയാവട്ടെ ഈ പോകുന്നത്. ഏകദേശം 5:30 ഒരു ഞായറാഴ്ച ഒരു സായാഹ്ന വേളയിൽ നല്ല കോരിച്ചൊരിയുന്ന മഴയത്ത് ഇവർ വന്നിറങ്ങുവാണ് 5:30 ആകുമ്പോൾ കേട്ടോ. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ കാർന്നോരും വീട്ടിലില്ല. വന്നു കഴിഞ്ഞാൽ അവർ കുറേ തപ്പി കേട്ടോ. ഈ താക്കോൽ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി കുറേ തപ്പി, കണ്ടില്ല. അത്രയും ദൂരമൊക്കെ യാത്ര ചെയ്ത് വന്നതായതുകൊണ്ട് ബാത്റൂമിലൊക്കെ പോകാൻ മുട്ടിയാട്ടോ എല്ലാവരും വന്നേക്കുന്നായിരുന്നേ. അപ്പോൾ ഓടി വന്ന് ബാത്റൂമിൽ കയറാൻ വേണ്ടി ആണ് നമ്മൾ പെര തുറക്കാൻ നോക്കുന്നത്. അന്നൊരു താക്കോലില്ല കേട്ടോ. പക്ഷേ ഈ വീട്ടിലൊരു കാര്യമുണ്ട്, 2 താക്കോലുണ്ട്. ഒരു താക്കോല് ഈ മകൻ്റെ ആപ്പയുടെ താക്കോൽ ഇടുന്ന കൂട്ടത്തിൽ അതും സൂക്ഷിച്ചിട്ടുണ്ട്. 2 താക്കോലുണ്ട്. പക്ഷെ നമ്മൾക്ക് വേണ്ടി തന്നിരിക്കുന്ന താക്കോല് എന്ന് വെച്ചാൽ ഈ മരുമോക്കും ഈ വീട്ടിലുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി തന്നേക്കുന്ന താക്കോല് സാധാരണ ഒരു താക്കോലാണ് കേട്ടോ. മറ്റേത് ആപ്പയ്ക്കകത്ത് ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന താക്കോല്. പക്ഷേ ഈ തപ്പിയിട്ടും കാണാത്തത് കൊണ്ട് പുറത്തത്തെ ഒരു മേശയുടെ ഉള്ളിൽ, ഒരു ഡ്രോയുടെ ഉള്ളിൽ ആ ആപ്പയുടെ താക്കോലുകളുടെ കൂട്ടത്തിലിരിക്കുന്ന താക്കോൽ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അതൊരിക്കലും പുറത്തിറക്കി വെക്കുന്നതല്ല, അതെപ്പോഴും അകത്ത് സൂക്ഷിക്കുന്ന താക്കോലായിരുന്നു. പക്ഷെ അത് എന്തുകൊണ്ട് ആ ഡ്രോയ്ക്കകത്ത് വന്നൊന്നറിയത്തില്ല. അങ്ങനെ പെര തുറന്ന് അകത്ത് കയറി ബാത്റൂമിലൊക്കെ പോയി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് വന്നു. അപ്പോൾ പറഞ്ഞു, ഈ മകൻ പറഞ്ഞു, എടി എന്നാ ഒരു മരുമോളോട് പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്ത് കുറച്ച് കഞ്ഞിയും പയറും വെച്ചാൽ മതി. നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നാലേ നമുക്ക് കഞ്ഞിയും പയറും അച്ചാറും പപ്പടവും ഒക്കെ ആയിട്ട് അടിച്ചു കൊടുത്ത് വൈകുന്നേരത്തെ കഞ്ഞി അങ്ങ് കുടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മരുമോള് പോയി ആദ്യമേ പയർ വേവിക്കാൻ വെച്ചു. അത് കഴിഞ്ഞ് കഞ്ഞി അടുപ്പത്തിട്ടു. അതിനുശേഷമാണ് കുളിക്കാൻ പോയത് മരുമോള്. കുളിയെല്ലാം കഴിഞ്ഞ് പെരക്കകത്ത് കയറി കുരിശ് വരയ്ക്കാനിരുന്നപ്പോൾ തൊട്ട് ഈ കാർന്നൂർത്തി ഇരുന്നങ്ങ് കാർച്ച തുടങ്ങി കേട്ടോ. കാർന്നൂർത്തി നല്ല കാർച്ച കുരിശ് വരച്ചോണ്ടിരുന്നപ്പോഴേ ഭയങ്കര കാർന്നുണ്ട്. അപ്പോഴത്തേക്കും മരുമോൾ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ഈ അമ്മ ഇരുന്ന് കരയുന്നതിന് മനസ്സിലായില്ല മരുമോൾക്ക്. മരുമോൾ എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, മകൻ്റെ അടുത്ത് നിന്ന് കെട്ടിയോൻ്റെ അടുത്ത് പോയി പറഞ്ഞു, അതെ ചേട്ടാ, അമ്മ ഇരുന്ന് കരയുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുരിശ് വരയ്ക്കുന്നതിൻ്റെ ഇടയ്ക്കായതുകൊണ്ട് കെട്ടിയോൻ എന്നെ പറഞ്ഞു, ഒരൊറ്റ വീക്കിയം വെച്ച് തരും കേട്ടോ, മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞു. മിണ്ടാതിരുന്നു മരുമോള്. അപ്പം ഇങ്ങനെ അമ്മ ഇങ്ങനെ കുറേ കാർച്ചയൊക്കെ കുറേ ഏങ്ങലടിച്ച് കരഞ്ഞ് പെറുക്കി കുരിശ് വരെ അങ്ങ് പൂർത്തിയാക്കി കേട്ടോ. പൂർത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ കാർന്നവരുടെ വരവ്. കാർന്നവർ സിറ്റിക്ക് പോയതായിരുന്നു. സിറ്റിക്ക് പോയിട്ടാണ് കാർന്നവർ വന്നത്. കാർന്നവർ ഇങ്ങനെ വന്നിങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മരുമോള് മകനോട് പറഞ്ഞു, അതെ ചേട്ടാ, പോയി അച്ഛനോട് താക്കോൽ എവിടെയാണ് വെച്ചിട്ട് പോയെന്ന് ചോദിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ കടിയെന്ന് പറഞ്ഞു. അങ്ങനെ ചോദിക്കാൻ വേണ്ടി ഇരിക്കുവാണ്. അങ്ങനെ കാർന്നവർ കയറി വന്ന വഴി ചോദിച്ചു, അച്ഛാ താക്കോൽ എവിടെ വെച്ചിട്ടാണ് പോയത്? എൻ്റെ പൊന്നു കൊച്ചേ, ഞാൻ താക്കോല് കണ്ടില്ലായിരുന്നു. ഞാനൊന്ന് കടയ്ക്ക് പോകാൻ വേണ്ടി തപ്പി ഞാൻ മടുത്തു. എവിടെയാണെന്ന് ഞാൻ കണ്ടില്ല, പെര പൂട്ടിയത് ഞാൻ കണ്ടില്ലെന്ന്. എന്നിട്ട് കാർന്നൂത്തി പറഞ്ഞു, ഇയാളാണ് പെര പൂട്ടിയതെന്ന് കാർന്നൂത്തി എടുത്തെടുത്ത് പറഞ്ഞു. അന്നേരം കാർന്നൂത്തി പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ കാർന്നൂത്തി പറഞ്ഞു, ഞാൻ പള്ളിയിൽ പോകാൻ നേരം പെര പൂട്ടി താക്കോല് ഞാൻ ചവിട്ടിയുടെ അടിയിലിട്ടിട്ട് പോയതാണ്. തിരിച്ചു വന്നു കഴിഞ്ഞപ്പം ഇയാളാണ് പെര തുറന്ന് ഇതിനകത്ത് കയറിയെന്ന് ഈ കാർന്നൂത്തി തറപ്പിച്ച് പറഞ്ഞു. കാർന്നൂര് പറഞ്ഞു, അതെ പെര പൂട്ടിയിട്ടില്ലായിരുന്നു, ഞാൻ വരുമ്പോൾ പെര തുറന്നു കിടക്കുമായിരുന്നു, ജസ്റ്റ് ഒന്ന് ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കാർന്നൂരും പറഞ്ഞു. അങ്ങനെ താക്കോൽ അവിടെയും മിസ്സിങ്. ഈ താക്കോല് കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ ഈ മകനുണ്ടല്ലോ ഈ പെരയ്ക്ക് ചുറ്റും നടന്ന് ഈ താക്കോൽ അന്വേഷിച്ചു, എവിടെയാ താക്കോല് വെച്ചതെന്ന്. താക്കോല് തപ്പി ചെറിയ മറ വരെ പൊക്കി നോക്കി. താക്കോൽ അവിടെയെങ്ങാനും ഇനി മറന്നെങ്ങാനും വെച്ചതാണോ അല്ലെങ്കിൽ കാണാതെ ഇരിക്കുന്നതാണോ എന്നറിയാൻ വേണ്ടി നോക്കി. അപ്പം ഈ മരുമോള് പറഞ്ഞൊരു ഡയലോഗുണ്ട്, അതെ താക്കോല് തപ്പണ്ട, താക്കോൽ എവിടെയാണെന്ന് എനിക്കറിയാം. 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആളുടെ കളി അങ്ങ് മനസ്സിലായി, ഒരു കളി അങ്ങ് പാളിപ്പോയി എന്നറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും താക്കോൽ തിരിച്ചുകൊണ്ട് വെച്ചോളൂ, അതുകൊണ്ട് കൂടുതൽ അന്വേഷിക്കാൻ പോകണ്ടെന്ന് ഈ മരുമോൾ അങ്ങ് പറഞ്ഞു. എന്നാലും അങ്ങനെയല്ല, മകനാണെങ്കിൽ താക്കോല് മൊത്തം കിടന്ന് പേരയ്ക്ക് ചുറ്റും കിടന്ന് താക്കോല് പിന്നെയും കിടന്ന് തപ്പുവാണ്. അപ്പോൾ കാർന്നവരും പറഞ്ഞു, അതെ താക്കോല് തപ്പണ്ട, താക്കോല എടുത്ത ആള് എങ്ങനെയാണെങ്കിലും ഒരു ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ താക്കോൽ അവിടെ കൊണ്ട് വെച്ചേക്കും, അതുകൊണ്ട് തപ്പാൻ പോകണ്ടെന്ന് മകനോടും പറഞ്ഞു.
അങ്ങനെ മകൻ കഞ്ഞി കുടിക്കാനിരിക്കും കേട്ടോ. മകൻ കഞ്ഞി കുടിക്കാനിരുന്നപ്പോഴത്തേക്കും അപ്പനും അമ്മയല്ലേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. കാർന്നോരും കാർന്നോത്തിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാടയും തീറിയും പടയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പട വെച്ച്. കാർന്നോത്തി അയ്യോ എനിക്കെന്നെ ജീവിക്കാൻ അനുവദിക്കുകയല്ലേ, ഞാൻ ഇനി എന്നാ ചെയ്താലും എല്ലാവരും എന്നെ തന്നെ പഴി വെക്കുന്നു, ഞാൻ കണ്ടിട്ടുള്ള കേസല്ലേ, ഞാൻ എടുത്ത കാര്യമല്ലേ, എന്നോട് ഇങ്ങനെ ചോദിക്കരുതേ, എനിക്കറിയത്തില്ലായേ എന്ന് പറഞ്ഞ് കാർന്നോത്തി അങ്ങ് കാർച്ചു തുടങ്ങി. കാർന്നോർ പറഞ്ഞു, നീ എവിടെയാ കൊണ്ടുവച്ചെന്ന് വെച്ചാൽ താക്കോൽ ഇവിടെ കൊണ്ടുവച്ചേക്കാൻ പറഞ്ഞു. ഞാൻ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം ഈ മകന് മനസ്സിലായ ഒരു കാര്യം ചോദിച്ചു, നമ്മളിവിടെ ജീവിക്കാൻ അനുവദിക്കുകയല്ല അല്ലേ എന്ന് മകൻ മരുമോളോട് പറഞ്ഞു. നമ്മളിവിടെ ജീവിക്കാൻ അനുവദിക്കുകയല്ല, അപ്പം അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും വാടകയ്ക്ക് പോകാം. ഈ കാർന്നോത്തിയുടെ മകൻ പറഞ്ഞു, അതേ നിങ്ങളുടെ സൂക്കേട് കണ്ടാണ് ഞാൻ വളർന്നത്, അതുകൊണ്ട് കൂടുതൽ സൂക്കേട് എൻ്റെ മക്കൾ കണ്ടു വളരാൻ ഞാൻ സമ്മതിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ എവിടെയെങ്കിലും വാടകയ്ക്ക് പോയി താമസിച്ചോളാം ഈ മകൻ്റെ പേർക്കങ്ങ് തള്ളയോട് പറഞ്ഞു. തള്ളി അന്നേരം അയ്യോ എനിക്ക് വയ്യേ, എനിക്ക് പറ്റിയല്ലേ എന്ന് പറഞ്ഞ് കുറേ പറഞ്ഞു. അന്നേരം ഈ ഒരു മരുമോട് പറഞ്ഞു, മകനോട് പറഞ്ഞു, മിണ്ടണ്ട, അതവിടെ കുറച്ചു നേരം കഴിയുമ്പോൾ പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബഹളമൊക്കെ ആയി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മകനും മരുമോളും ഒരക്ഷരം പോലും ആരോടും ഒന്നും പറയാൻ പോയില്ല. അവരവരുടെ കാര്യവും നോക്കി ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞ് കിടന്നുറങ്ങി കേട്ടോ. നേരം വെളുത്തായിരുന്നു ടിസ്റ്റ്. നേരം വെളുത്ത് രൂപപ്പടിയേൽ എന്നും വെക്കുന്നിടത്ത് താക്കോൽ അവിടെയുണ്ട്. ഈ താക്കോൽ ആരാണ് അവിടെ കൊണ്ടുവച്ചത്, അതാണ് അറിയേണ്ടത്. അന്നേരം മകൻ വിളിച്ചു പറഞ്ഞു, എടീ താക്കോൽ ഇതേ നമ്മുടെ ഈ രൂപപ്പടിയേൽ ഇരിപ്പുണ്ട്, സാധനം കിട്ടിയിട്ടുണ്ട്, ഇതാരാ കൊണ്ടുവച്ചതെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. മരുമോള് പറഞ്ഞു, അതേ ഈ വീട്ടിലൊരു CCTVയുടെ ആവശ്യകതയുണ്ട്, താരെ കിടന്ന് കളിച്ചതെന്ന് നമുക്കൊന്ന് അറിയണം. ആരോ കിടന്ന് കളിച്ചിട്ടുണ്ട്, അല്ലെ പിന്നെ ആ സാധനം എടുത്ത് മാറ്റി വെച്ചിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി, ചെറിയൊരു വഴക്കുണ്ടാക്കണം, ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കണം, എന്നിട്ട് എന്താ പറയുക, ഈ ഒരു കുടുംബത്തിൽ സമാധാനക്കേട് കളഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ചേരം ഞങ്ങളുടെ മനസ്സൊന്ന് ആഹ്ലാദിക്കണം, അതിനുവേണ്ടി ആരോ ചെയ്തൊരു പരിപാടി. ഇതിനകത്തെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഈ കാർന്നൊരു കുറേ നേരം കിടന്നു ഈ താക്കോൽ തപ്പുന്നതിന് സാക്ഷികളുണ്ട് കേട്ടോ. ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് ഈ കാർന്നോർ ഇങ്ങനെ കിടന്ന് താക്കോൽ തപ്പി നടക്കുന്നതേ. കാർന്നോർ തപ്പി മടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഈ മകന്റെ ആപ്പയുടെ താക്കോലിന്റെ കൂട്ടത്തിൽ ഇരിക്കുന്ന താക്കോൽ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് പെര പൂട്ടിയിട്ട് പോകേണ്ടതുകൊണ്ട് പുള്ളി ആ ആപ്പയുടെ താക്കോൽ എടുത്ത് പെര പൂട്ടിയിട്ട്, ആപ്പയുടെ താക്കോലാണ് കൊച്ചുങ്ങളുടെ പഠിക്കുന്ന ഡ്രോയ്ക്കകത്ത് പുള്ളി ഇട്ടിട്ട് പോയത്. പുള്ളിക്ക് താക്കോൽ എവിടെയാണ് പുള്ളി ഒളിപ്പിച്ച് വെച്ചിരുന്നതെങ്കിൽ പുള്ളി ഒരിക്കലും താക്കോൽ അങ്ങനെ കിടന്ന് തപ്പുകയല്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആപ്പയുടെ താക്കോല് പുള്ളി അങ്ങനെ എടുത്ത് പുറത്തും നിൽക്കുകയല്ല, കാരണം ആപ്പ മുറ്റത്ത് കിടപ്പുണ്ട്. അപ്പം ഈ മുറ്റത്തുനിന്ന് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാലും പുള്ളി ഒരിക്കലും ആപ്പയുടെ താക്കോല് പുറത്തിറക്കി വെക്കുകയില്ല. അതുകൊണ്ടാണ് പുള്ളി ഡ്രോയ്ക്കകത്ത് ആ താക്കോല് പൂട്ടിയിട്ട് എടുത്ത് വെച്ചിട്ട് പോയത്. പെട്ടെന്നെങ്ങാനും വന്ന ആൾക്കാർ ആരെങ്കിലും തപ്പാതിരിക്കണം, അതിനു വേണ്ടിയാണ് പുള്ളി അങ്ങനെ വെച്ചത്. അപ്പോൾ ഇതിനകത്ത് പുള്ളീനെ വില്ലൻ എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. അതാണ് ചെറിയൊരു കാര്യം. കാരണം ഒരു മനുഷ്യൻ്റെ ആയുസ്സും ആരോഗ്യം എല്ലാം കളഞ്ഞു കിടന്ന് തപ്പി താക്കോല് കണ്ടുപിടിക്കാതെ എന്താ പറയുക പോകാൻ പറ്റില്ലെന്ന് വെച്ച് ആപ്പയുടെ താക്കോല് പൂട്ടി അങ്ങനെ പുറത്ത് വെച്ചിട്ട് പോവുകയല്ല പുള്ളിയുടെ കയ്യിൽ താക്കോൽ ഉണ്ടെങ്കിലും. അപ്പൊ ഇതിനകത്ത് ആരാ വില്ലെന്ന് ചെറുതായിട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, ഈ താക്കോൽ എന്ന കഥയിലെ വില്ലനെ നിങ്ങൾ മെൻഷൻ ചെയ്യുക, കമന്റ് ചെയ്ത് പറയുക. അപ്പൊ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.